നമസ്കാരം, തിരുവനന്തപുരം ന്യൂസിലേക്ക് സ്വാഗതം. ഈ വനിതാ ദിനത്തിൽ നമുക്ക് 9 സ്ത്രീകളെ ആദരിക്കാം. വിഴിഞ്ഞം തുറമുഖത്തിലെ ഓട്ടോമാറ്റഡ് CRMG ക്രെയിനുകൾ പ്രവർത്തിപ്പിക്കുന്നത് ഈ 9 സ്ത്രീകളാണ്. കാർത്തിക, പ്രീനു, അനീഷ, സുനിത രാജ്, രജിത, സ്റ്റെഫി റബീര, ആശാലക്ഷ്മി, ശ്രീദേവി, നദാന, മേരി എന്നിവരാണ് ഈ 9 വനിതാ രത്നങ്ങൾ. പുരുഷ മേധാവിത്വം പുലർത്തുന്ന മേഖലയാണ് ക്രെയിൻ ഓപ്പറേറ്റർ മേഖല. ഇവിടെയാണ് ഇപ്പോൾ 9 സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ പോകുന്നത്. രാജ്യത്ത് ഇത് ആദ്യമായാണ് ഇത്തരം യന്ത്രങ്ങൾ സ്ത്രീകൾ പ്രവർത്തിപ്പിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ ഇവർ വിഴിഞ്ഞത്തെ പ്രാദേശിക മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽ നിന്ന് വന്നവരാണ് എന്നതാണ്. പൂർണ്ണമായും CRMG ക്രെയിൻ ആണ് ഇവർ പ്രവർത്തിപ്പിക്കുന്നത്. 2022 വിഴിഞ്ഞം തുറമുഖം നിർമ്മാണത്തിനെതിരെ മത്സ്യത്തൊഴിലാളികൾ വ്യാപകമായ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. ഈ സമൂഹത്തിൽ നിന്നുള്ളവരാണ് ഇതിൽ 7 പേരും. ഇതിൽ എല്ലാവരും BSc ബിരുദം നേടിയിട്ടുണ്ട്. എന്നാൽ ഇവർക്കാർക്കും ഇതുവരെ സ്ഥിര വരുമാനം ലഭിക്കുന്ന ജോലി ലഭിച്ചിട്ടില്ല. ഇത് ആദ്യമായാണ്. ഇതിലെ ഒരു വനിതയാണ് പ്രീനു. BSc കെമിസ്ട്രി ബിരുദധാരിയാണ്. B.Ed കോഴ്സ് പൂർത്തിയാക്കി അധ്യാപന രംഗത്തേക്ക് ഇറങ്ങാൻ കാത്തിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ CRMG ക്രെയിൻ ഓപ്പറേറ്ററായി ജോലി ലഭിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളാണ് പ്രീനുവിന്റെ അച്ഛനും ഭർത്താവും. ഇതിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനമാണ് ഇവരുടെ കുടുംബത്തിന്റെ ആശ്രയം. ജോലി ഉറപ്പാണെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് പ്രീനു ഇതിനു വേണ്ടി അപേക്ഷിച്ചത്. 1 മാസം പരിശീലന കാലയളവും 2 മാസം മേൽനോട്ട ചുമതലയും ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്വന്തമായി ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യാനും കഴിയുന്നുണ്ട്. തന്റെ വരുമാനം കൂടിയാകുമ്പോൾ കുടുംബത്തിന് കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥയുണ്ടാകുമെന്നാണ് പ്രീനു പറയുന്നത്. പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആണ് ക്രെയിനുകൾ. അതുകൊണ്ട് തന്നെ കപ്പലിൽ നിന്ന് വരുന്ന കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനും യാർഡ് ട്രാക്കിലേക്ക് മാറ്റാനും വലിയ വെല്ലുവിളികൾ ഒന്നുമില്ലെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ ചില സമയങ്ങളിൽ കണ്ടെയ്നറുകൾ കൈകൊണ്ടെടുത്ത് ട്രാക്കുകളിൽ കയറ്റേണ്ടി വരുന്നുണ്ട്. ഈ സമയത്താണ് അല്പം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത്. തുറമുഖം വേണ്ടെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. ഞങ്ങൾ പ്രതിഷേധിച്ചത് ഞങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് തുറമുഖം വേണമെന്നും അവർ പ്രതികരിച്ചു. പ്രീനു ഈ രംഗത്ത് പുതുമുഖമായിരുന്നു. എന്നാൽ കാർത്തികയ്ക്ക് ഈ ക്രെയിനുകൾ കൈകാര്യം ചെയ്യാൻ നേരത്തെ തന്നെ അറിയാമായിരുന്നു. കാർത്തിക ഇൻസ്ട്രുമെന്റേഷനിലും എഞ്ചിനീയറിംഗിലും ഡിപ്ലോമ നേടിയിട്ടുണ്ട്. 2023 വിഴിഞ്ഞം തുറമുഖത്ത് ജോലിക്ക് ചേരുന്നതിന് മുമ്പ് തന്നെ കാർത്തിക കൊച്ചിയിലെ ഒരു തുറമുഖത്ത് ജോലി ചെയ്തിരുന്നു. 1 മാസത്തെ പരിശീലനത്തിന് വേണ്ടിയാണ് കാർത്തികയെ ഗുജറാത്തിലേക്ക് അയച്ചത്. തിരിച്ചെത്തുമ്പോൾ തന്നെ ക്രെയിനുകൾ എത്തിയിരുന്നു. പുതുതായി വന്നവർക്കും കാർത്തിക ട്രെയിനിങ് നൽകുന്നുണ്ട്. 12 മണിക്കൂർ ദൈർഘ്യമുള്ള 2 ഷിഫ്റ്റുകളിലായാണ് ഇവർ ഇപ്പോൾ ജോലി ചെയ്തു വരുന്നത്.